വർഷമാണ് 2023. കൊറോണ എന്ന മഹാമാരിയെ മറികടന്ന് നാം മലയാളികൾ എങ്ങനെയാണ് ജീവിതത്തിൽ നിന്ന് പിച്ചവെച്ച് മുന്നിലേക്ക് പാറി നടന്ന ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് വെച്ച് ഇന്ന് വേൾഡിൽ ഓരോ രാജ്യങ്ങളും കേരളത്തിന് വേണ്ടി, ഇന്ത്യക്കാർക്ക് വേണ്ടി വാതായനങ്ങൾ തുറന്നിട്ട് കേരളത്തിന്റെ, നമ്മൾ മലയാളികൾ, ഇന്ത്യയുടെ നമ്മൾ ഇന്ത്യക്കാർ പഠിച്ചൊരു പാഠമാണ് കൊറോണ എന്ന മഹാവിപത്തിനെ മറികടന്ന് ജീവിതത്തിന്റെ വിജയത്തിലേക്ക്, ജീവിതത്തിൽ ചെറിയ കിട്ടുന്ന അവസരങ്ങളെ സന്തോഷിക്കുക, സന്തോഷകരമാക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ യാത്രകൾ തുടങ്ങി. നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്രയാണ്. I would like to welcome all of your attention onto this. ലോകമേ യാത്ര എന്ന ഈ ഒരു ചെറിയ കവിതാ സമാഹാരത്തിലേക്ക്. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞനും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്തു ശങ്ക, ശങ്കയൊന്നും മല്ലതിൽ, മാറ്റമൊന്നുമല്ലതിൽ. അതെ, ജീവിതം വളരെ ചെറിയതാണ്. ആ ഒരു ചെറിയ ജീവിതം നമ്മളിങ്ങനെ കൂട്ടുപിടിക്കേണ്ടതാണ്. ഈ ഒരു ചെറിയ ജീവിതം നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കേണ്ടതാണ്. 2023 ഈ ഒരു നിമിഷം നമ്മൾ വിട പറയുമ്പോൾ ഒന്ന് തിരികെ നോക്കുക. എന്താണ് what we have done in our life to make ourselves happy, rather than running for business, rather than running for something else. Have you done something to make yourself happy? That's a moment. Inspire magazine is setting this event, this mega event in front of you. ഞങ്ങൾ ഇവിടെ നിങ്ങളെ ആദരിക്കാൻ പോകുന്നു. നിങ്ങൾ ചെയ്ത വലിയ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഈ ഒരു നിമിഷം നിങ്ങളോട് കൂടെ ആ ഒരു സന്തോഷത്തിന്റെ ഒരു കണ്ണിയാകാൻ പോകുന്നു. യെസ്, 2023 പോലെ അതിന് തൊട്ടപ്പുറത്ത് വന്ന മഹാമാരിയെ, കൊറോണയെ, അതിൽക്കുമപ്പുറം വന്ന വെള്ളപ്പൊക്കങ്ങളെ, 2 തവണ ഫ്ലഡായി വന്നതിനെയെല്ലാം മറികടന്ന നമ്മൾ മലയാളികൾ 2023 നിന്നും 2024 ചുവട് വെക്കുകയാണ്. Let this be an amazing and everlasting memory for all of us. ആദ്യമായി നിങ്ങൾ വലിയ ആളുകളാണ്, സൊസൈറ്റിയിൽ വലിയ സ്ഥാനത്തിരിക്കുന്നവരാണ്. ആ ഒരു ചെറിയ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടായേക്കാം. ഒന്ന് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും. You can just look and with a beautiful smile and give a handshake to everybody around you. Gentlemen, you can just shake hand this little girl, and that makes the day of hers, and that makes the year of ours. 2024 നമ്മൾ കാലെടുത്ത് വെക്കുന്നു. Inspire Mega Events program we're going to start, and before that let's start with a song on the podium. ഒരു stunning performance-മായി ഒരു സിംഗറെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Right after that we'll be moving on to our award program. Let's go. Papa
വേദികൾ വരാനിരിക്കുന്നു. അതിന് മുന്നോടിയായി മലയാളികൾക്ക് ഒരു പുതു വസന്തകാലം നൽകിയ, പുഞ്ചിരിയുടെ മാലപ്പടക്കം കോർത്തിണക്കിയ, ഒരുപാട് ഫിലിമുകൾ സമ്മാനിച്ച ഒരു നാമധേയമാണ് റാഫി ആൻഡ് മെക്കാർട്ടി. ഈ ഒരു നിമിഷം we would like to take one among them, Mr. McCarthy. Please welcome on the podium. ഞങ്ങളുടെ അതിഥികൾക്ക് ഞങ്ങളുടെ സ്നേഹ സമ്മാനമായ അവർ അവാർഡ് നൽകാൻ അങ്ങേ ഞങ്ങൾ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. DYSP മിസ്റ്റർ നവാസ് സർ, അദ്ദേഹത്തെയും വേദിയിലേക്ക് അവാർഡ് നൽകാനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മിസ്റ്റർ നവാസ് and Mr. McCarthy sir, it's a pleasure moment to have you here. പ്ലീസ് വെയിറ്റ് എന്ന പടത്തിൽ നിന്ന് സംവിധായകനായി തുടങ്ങിയ ഒരു വ്യക്തി നമ്മുടെ വേദിയിൽ എത്തിച്ചേരുന്നു. ഈ ചിത്രത്തിന് ശേഷം 2006 ചെസ് എന്ന ചിത്രം സംവിധാനം ചെയ്തു. കങ്കാരു, കളേഴ്സ്, ഉലകം ചുറ്റും വാലിബൻ, സാധാരണക്കാരൻ എന്നിവയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത മറ്റു പ്രശസ്ത സിനിമകൾ. പുരസ്കാരം ഏറ്റുവാങ്ങാനായി ആദ്യമായി ഇൻസ്പയർ മെഗാ ഇവന്റ്സിന്റെ ഈ ഒരു വേദിയിലേക്ക് with much proud and prejudice we would like to welcome Mr. Raj Babu. Please welcome on the stage. And it is a proud moment for Mr. Raj Babu. അദ്ദേഹത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആൻഡ് ഒരു memento നൽകാനായി Mr. McCarthy. It's a great moment. Let's put our hands together. A certificate നൽകാനായി Mr. Navas, DYSP of Alova. ഫ്രീഡം എന്ന ചിത്രത്തിലൂടെ ആണെങ്കിലും മൂന്നാമത് എഴുതിയ ചതിക്കാത്ത ചന്തുവിലെ ഗാനമാണ് സന്തോഷത്തിന്റെ ആദ്യമായി പുറത്തിറങ്ങിയ സിനിമാ ഗാനങ്ങൾക്ക് പുറമെ ഏറെ ഭക്തിഗാനങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അടുത്തതായി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഐ വുഡ് ലൈക്ക് ടു കോൾ സന്തോഷ് വർമ്മയെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. ഈ അവാർഡ് അവാർഡ് തീർച്ചയായിട്ടും ഇൻസ്പയറിംഗ് തന്നെയാണ്. പ്രത്യേകിച്ചും അത് മെക്കാനിജലിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു മധുരം കൂടിയുണ്ട്. കാര്യം എൻ്റെ ആദ്യത്തെ റിലീസ് ചിത്രം ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന സിനിമയാണ്. അത് റാഫി മെക്കാർട്ടി ടീമിൻ്റെ സിനിമയാണ്. പിന്നെ ഈ നിരവധി പടങ്ങളിൽ എൻ്റെ അടുത്ത് അത് കഴിഞ്ഞുള്ള പടവും അവരുടെ പടം തന്നെയാണ്, പാണ്ടിപ്പട. അങ്ങനെയാണ് എൻ്റെ ഗാനരചനാ രംഗത്തുള്ള വളർച്ച ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ നിരവധി പടങ്ങളിൽ ഒരുമിച്ച് പറിക്കാൻ കഴിഞ്ഞു. അപ്പം മെക്കാർട്ടിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇത് മേടിക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷം. താങ്ക് യു സർ. ഓക്കെ. മിസ്റ്റർ NM ബാദുഷ, വിരുന്ന്, ബർമുഡ, മധുരം, ദേ ഫക്കീർ എന്നിവയാണ് അദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങൾ. ഓപ്പറേഷൻ ജാവ എന്നീ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രൈഡ് ഓഫ് കേരള പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി മിസ്റ്റർ NM ബാദുഷയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം സർ. അദ്ദേഹത്തിനുള്ള മെമെന്റോ മിസ്റ്റർ റാഫി മെക്കാർട്ടി അവർക്ക് സമ്മാനിക്കുന്നു. And the certificate is given by Alova DYSP. എല്ലാവർക്കും നമസ്കാരം. നിർമ്മിച്ച സിനിമയുടെ പേരുകളൊക്കെ ഒരു വർഷം തെറ്റിപ്പോയിട്ട് ഞാൻ നിർമ്മിച്ചിരിക്കുന്നത് വെടിക്കെട്ട്, വോയിസ് ഓഫ് സത്യനാഥൻ എന്നീ സിനിമകളാണ്. ഏതായാലും ഈ 2023 തീർന്ന് 2024 കിടക്കുന്ന ഏതാനും സമയങ്ങൾക്കുള്ളിൽ നമ്മൾ കിടക്കുകയാണ്. പുതുവർഷത്തിലോട്ട് കിടക്കുന്ന ഈ സമയത്ത് തന്നെ ഇൻസ്പയർ ലൈഫ് മാഗസിൻ്റെ പ്രൈഡ് ഓഫ് കേരള അവാർഡ് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
എന്നെ ഈ അവാർഡിന് തിരഞ്ഞെടുത്തതിൻ്റെ ജൂറിയോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അല്ലിയാമ്പൽ കടന്നിൽ അരയ്ക്കുവെള്ളം എന്ന ഗാനം ഒരുക്കി സംഗീത ആസ്വാദകരെ വിസ്മരിച്ച അനശ്വര സംഗീതജ്ഞ ജോബ് മാസ്റ്ററുടെ മകനും ശ്രദ്ധേയനായ സംഗീത സംവിധായകനുമായ അജയ് ജോസഫ്. അച്ഛനേക്കാൾ കേമനാണ് മകൻ എന്ന് കാലം തെളിയിക്കാൻ പോകുന്ന ഉന്നത പ്രതിഭ അജയ് ജോസഫ് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓർത്തു പോകുന്നത്. അപ്പൻ തന്നെയാണ് എൻ്റെ ഗുരു. ഞാൻ എന്തായാലും ഒരു 4 വരികളുള്ള പാടാണ്. വല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കുവെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പുവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താങ്ക് യു. എറണാകുളത്തുകാർക്ക്, പ്രത്യേകിച്ച് നമ്മൾ കൊച്ചിക്കാർക്ക് ഏറെ സുപരിചിതനാണ് ഈ ഒരു വ്യക്തി. അദ്ദേഹം അത്ര ഫേമസ് അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ വിഷരഹിത പച്ചക്കറിക്കട എന്ന ആ ഒരു ആശയം വളരെ ഫേമസ് ആണ്. വിഷരഹിത കറികൾ കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് അദ്ദേഹത്തിൻ്റെ. ചാലക്കുടി സ്വദേശിയായ ലെറ്റ്സ് വെൽക്കം Mr. K.L. Simon on the podium to receive the award. താങ്ക് യു. ഇവിടെ വന്ന് ഈ അവാർഡ് സ്വീകരിക്കുവാൻ അവസരമൊരുക്കിയ പ്രൈഡ് ഓഫ് കേരളയ്ക്ക് എൻ്റെ നമസ്കാരം, നന്ദി. Thank you so much, sir. Thank you so much, McCartin sir, and also the Honorable DYSP of Aluva. ഞങ്ങൾ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഏട്ടനെ വിളിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞു എനിക്ക് പകരം ഉള്ള പണ്ടത്തെ ആ കഥയിൽ കേട്ട പോലെ ഞാൻ എൻ്റെ ഡ്രൈവറെ വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബട്ട് ഇവിടെ സുരേഷ് ഗോപി അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ അത്രമേൽ ഫേമസ് ആയി മാറിയ അബ്ദുൽ ബാസിത്ത്. പ്ലീസ് വെൽക്കം ഓൺ ദ പോഡിയം മിസ്റ്റർ അബ്ദുൽ ബാസിത്ത്. അദ്ദേഹത്തിന്റെ ആ ഒരു ലുക്കും ആ ഒരു നടപ്പും തലയെടുപ്പും എല്ലാം. ലെറ്റ്സ് വെൽക്കം സുരേഷ് ഗോപി ഓൺ ദ പോഡിയം. ഹൗ ആർ യു സർ? ഞങ്ങൾക്ക് നിങ്ങളെ കേട്ടുകൊണ്ട് തുടങ്ങണമെന്നാണ് ആഗ്രഹം. മൈക്ക് തന്നോട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് അനുഗ്രഹീതമായിട്ടുള്ള ഒരു വലിയ നിമിഷത്തിന് സാക്ഷ്യം ഞാൻ തന്നെ വഹിക്കുകയാണ്. സംസ്ഥാനത്തിലുടനീളം ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം നടത്തി ഇന്ന് 2023 അവസാന ദിവസം നിൽക്കുമ്പോഴും ഒരു വലിയ സ്വപ്നം ബാക്കിയുണ്ട്. എ ഡ്രഗ് ഫ്രീ സൊസൈറ്റി, ലഹരി മുക്ത നവകേരളം എന്ന ആശയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. ഏകദേശം NDPS കേസിലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ കേസിലെ പ്രതികളുടെ പ്രായം ഏകദേശം 4-5 വർഷം മുൻപ് വരെ 30-നും 35 വയസ്സിനും ഇടയിലായിരുന്നുവെങ്കിൽ ഈ കോവിഡിന് ശേഷം ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന കേസിലെ പ്രതികളുടെ പ്രായമാണ് ഞങ്ങളെ പ്രത്യേകിച്ച് ഈ ഒരു വലിയ മിഷൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും, കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും, കേരള പോലീസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒറ്റക്കെട്ടായി
ഞങ്ങള് കേരളത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ വരുന്നവരെ തച്ചുടക്കുക എന്ന വികാരത്തോടുകൂടി തന്നെ ഞങ്ങൾ ഒരുമിക്കും. ഇന്ന് അദ്ദേഹം ആങ്കറിംഗിൽ ആദ്യം പറഞ്ഞ വാക്ക് തന്നെ ഞാൻ പറയുകയാണ്. കോവിഡ് എന്ന മഹാമാരിയെ മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം പാലിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ തോളോട് തോൾ ചേർന്ന് നമ്മൾ നിൽക്കുന്നുവെങ്കിൽ, അതുപോലെ പ്രളയം എന്ന ദുരന്തം വന്നപ്പോഴും സ്വന്തമോ ബന്ധമോ അല്ലെങ്കിൽ ആൺ പെൺ വ്യത്യാസം അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷി ഭേദമേന്യെ ഒരുമിച്ച് നിന്ന് പോരാടി നമ്മൾ ഈ ദുരന്തത്തെ തുരത്തിയിട്ടുണ്ടെങ്കിൽ, ഈ ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തെയും നമ്മൾ തുരത്തും. അതിന് യാതൊരു സംശയമില്ല. കാരണം അതിനെല്ലാം നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു വികാരമുണ്ട്. വെറും വികാരമുണ്ട്. നമ്മൾ മലയാളികളാണ്. We are Malayalis. We want to fight against drug mafia. അനുഗ്രഹീതമാണ് നമ്മുടെ കേരളം. സംസ്കാരം കൊണ്ടും സാക്ഷരത കൊണ്ടും സമ്പന്നം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിളിപ്പേരുള്ള നമ്മുടെ കേരളത്തിന് ലഹരികളുടെ സ്വന്തം നാട് എന്ന അവസ്ഥയിലേക്ക് മാറാൻ ഭാവി തലമുറയെ അനുവദിച്ചുകൂടാ. അതിന് അധർമ്മപക്ഷത്ത് നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്ത് നിന്ന് തോൽക്കുന്നതാണ്. നമ്മൾ ധർമ്മപക്ഷത്ത് നിന്ന് തന്നെ ഈ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കുമെന്ന ഒരു വലിയ സന്ദേശം ഈ ന്യൂ ഇയറിൽ അത് നമ്മൾ നേടിയെടുക്കണം, നേടിയെടുത്തിരിക്കും. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ടു സേ നോ ടു ഡ്രഗ്സ്. Fantastic. ഞാൻ ഒരല്പം ഇങ്ങോട്ട് മാറിയെന്നാണ് കാണാൻ വേണ്ടിയിട്ട്. rather than being an anchor, ഞങ്ങൾക്ക് ഈ ഒരു നിമിഷം ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഇത് കണ്ടുവന്നിരുന്ന ഒരാളാണ് നമ്മുടെ നവാസ് സാർ. എന്നെ കേൾക്കുമ്പോൾ ഇത് ഞാൻ പറയേണ്ട ഡയലോഗുകളായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ടാവും നവാസ് സാറിന്, അല്ലെ? Anyways, we would like to welcome one more honorable personality on the board, Mr. Raj Babu, director. Please welcome on the stage. അദ്ദേഹത്തെ കൂടെ ഈ ഒരു അവാർഡ് സെറിമണി മുന്നിൽ നിന്ന് നയിക്കാനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. Mr. Raj Mohan and Abdul Basit. സർ, നമ്മുടെ അവാർഡിന്റെ ആദ്യ അവാർഡിലേക്ക് വിളിക്കുന്നതിന് മുന്നോടിയായി രാജ് ബാബു സാർ നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് ഞങ്ങൾ കേൾപ്പിച്ചിരുന്നു. ഇപ്പോഴെന്താ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞത് എന്തായിരുന്നു? ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരൊറ്റ ആഗ്രഹം കൂടെ ഉണ്ട് സർ. നമ്മൾ ബിഫോർ വി ഗോയിങ് ഇൻടു ദി അവാർഡ്സ്, ഒരു സിനിമയില് ഇറ്റ് ക്യാൻ ബി ലേലം, അതല്ലെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരൊറ്റ ഡയലോഗ്, ഒരു പഞ്ച് ഡയലോഗ് 2024 പൊളിയായിരിക്കട്ടെ നമ്മൾ ഇവിടെ കൂടിയവർക്ക്. ഒരൊറ്റ എനിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു സിനിമ, അതാണ് ഈ പോലീസിനോടുള്ള ഒരു അടങ്ങാത്ത ഒരു വികാരം എന്നിലുള്ളതാക്കിയത്. When passion become profession. അന്ന് ഞാൻ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ജോലിക്കായിട്ടാണ് ഒരു കാക്കിയെ അണിഞ്ഞ് എങ്കിൽ, ഇന്ന് അത് വെറും ഒരു വ്യക്തിപരമായ ആവശ്യമല്ല, കേരളത്തിലെ ഓരോ കുടുംബത്തെയും സ്വന്തം കുടുംബമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ പൊരുതുന്നത്. അന്ന് കേട്ട ആ ഒരു ഡയലോഗാണ് സുരേഷ് ഏട്ടന്റെ ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്. കമ്മീഷണറിലെ ആ ഡയലോഗ്. മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമൈദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാന്നം വിട്ടുപിടുങ്ങി ഏമ്പക്കം വിട്ട് ആസനത്തിൽ ബാലും ചുരുട്ടിയിരിക്കുന്ന തന്നെയും ഈ പരമ നാറുകളെയും പോലുള്ളവർക്ക് ചേരുവ പേര്. എനിക്ക് ചേരില്ല. ഐ ആം ഓൺലി ഭരത്ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. താങ്ക് യു. Just remember that once again. അടുത്ത ഒരാളെ വേദിയിലേക്ക് അവാർഡ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നതിന് മുന്നോടിയായി നല്ലൊരു ഷേക്ക് ഹാൻഡ് with a big round of applause. നന്നായിട്ടൊന്ന് കൈയടിക്കാവോ നിങ്ങൾ എല്ലാവരും? നമ്മുടെ അനുഗ്രഹീതനായ കലാകാരൻ, നമ്മുടെ അനുഗ്രഹീതനായ ശ്രീ സുരേഷ് ഗോപി അവരുടെ ശബ്ദം അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു അനുഭവം സമ്മാനിച്ചതിന് നന്ദി പറയുന്നു. അടുത്തതായി ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നു. സിനിമയിലേക്ക് വന്നത് ആർട്ട് ഡയറക്ടർ ആവാനെന്ന മോഹവുമായിരുന്നു.
1.5 വർഷത്തോളം അദ്ദേഹം തൻ്റെ ആ ഫീൽഡിൽ വർക്ക് ചെയ്തു. അത്ര സന്തോഷവാനല്ലായിരുന്നു. അങ്ങനെ ജീവിതം അദ്ദേഹത്തിന് രണ്ടാമതൊരു ജോലി കൂടെ നൽകുകയുണ്ടായി. വേഷം പകർന്നാടാൻ അദ്ദേഹത്തിന് കിട്ടിയ രണ്ടാമത്തെ അവസരം ബീങ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇന്ന് സിനിമാ ലോകത്തിന്, ഫാഷൻ വേൾഡിന്, കേരളത്തിന്റെ മണ്ണിൽ എവിടെയെല്ലാം വലിയ പ്രോഗ്രാമുകൾ ഉണ്ടോ അവിടെയെല്ലാം നിറസാന്നിധ്യമാണ്. ഇദ്ദേഹമില്ലാതെ ഒരാളും തന്നെ ഭംഗിയുള്ളവളായ ഒരു വേദിയിൽ കാലുകുത്തില്ലെന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യൻ. It's none other than the brand over the brand, Mr. Ramesh Kannan, to receive the award on behalf of Inspire Events Mega Award Ceremony. Please welcome Mr. Ramesh. It's a great honor to have Mr. Ramesh on the stage with us. അദ്ദേഹത്തിനുള്ള അവാർഡ് നൽകാനായി രാജ് ബാബു ആൻഡ് അബ്ദുൽ ബാസിദ് എന്നിവരെ ക്ഷണിക്കുന്നു. And we would like to hear you, sir. ഹായ്, ആദ്യം തന്നെ എന്നെ ഇതിനെന്തെങ്കിലും പരിഗണിച്ചത് നന്ദി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയിലെ ആർട്ടിലേക്കാണ് ഞാൻ വന്നത്. പിന്നീട് ഞാൻ ചേഞ്ച് ചെയ്യുകയായിരുന്നു, മേക്കപ്പിലേക്ക് മാറി. എല്ലാം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ലൈഫും. മേക്കപ്പിലാണ് ഇപ്പോൾ ഞാൻ ഫുൾ ടൈം. Thank you so much. For the service, I would like to call Thomas Kulivira to the stage. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തോമസ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി സാറിനെ വിളിക്കുന്നു. I would like to thank the organizers of Pride of Kerala Awards team to identify me and recognize me in this award. Thank you. I wish you all a great new year. Thank you. Thank you so much, V. And next we have Mr. William Rodriguez. 1998 തുടങ്ങിയ കോസ്റ്റ് ലൈൻ ഹോളിഡേസിന്റെ അമരക്കാരനാണ് മിസ്റ്റർ വില്യം. കോസ്റ്റ് ലൈൻ ഹോളിഡേസിന്റെ 25 വർഷത്തെ സേവനം ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസമായി മാറി. വിദേശ ടൂറിസ്റ്റുകൾക്ക് മികച്ച സർവീസ് നൽകി കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ വിജയത്തിന്റെ ഏടുകൾ രചിച്ച വില്യം റോഡ്രിഗസിനെ ഇത്തവണത്തെ പ്രൈഡ് ഓഫ് കേരള പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ നേരത്തെ സംസാരിക്കുകയുണ്ടായി, കോവിഡാനന്തരം കേരളത്തിന്, ഇന്ത്യയെ ലോകത്തിന്റെ നിരകളിൽ എത്തിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണമാണ് നമ്മുടെ ടൂറിസം മേഖല. അത്രമേൽ സമ്പുഷ്ടമാക്കിയതാണ്. അതിൽ വില്യം റോഡ്രിഗസിനെ പോലെ ഒരുപാട് പേര് കേരളത്തിന്റെ ഖ്യാതി വാനോളം ഉയർത്തിയിട്ടുണ്ട്. Let's listen and without making you wait, I'm handing over the mic to Mr. William. Good evening. My name is William Rodrigues. This year, 2024, has been a remarkable start in my life. I thank the Inspire Events for selecting me for Pride of Awards, and I'm a bit nervous. I thank my family members, my mother, my brother Richard Rodrigues, and mostly I thank my wife Maria Rodrigues. So she is the one who is behind my all success, and without her I'm a big zero in life. I just want to take one moment just to call her on stage, please Maria. She is the backbone of my company and she is the reason for my success. Thank you. ഒരു ചെറിയ ചോദ്യം. നമ്മളെല്ലാവരും വലിയ സെറ്റ് ബാക്കുകൾ ഫേസ് ചെയ്യുന്ന ഒരു വർഷമാണ് നമ്മളെ കടന്നുപോയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രാവൽ ഏജൻസികൾ തന്നെയാണ്. ഹോളിഡേയ്സ് നിങ്ങളുടെ ഏജൻസികളാണ്. കാരണം
ആ ഒരു കൊറോണയുടെ സമയം വല്ലാണ്ട് നമ്മൾ തകർന്നടിയുന്ന ഒരു അവസ്ഥയിലേക്ക് ടോട്ടൽ ടൂറിസം മേഖല നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെയാണ് മറികടന്നത്? ഇത് തന്നെയാണോ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആള് തന്നെയാണോ ഇതിന്റെ രഹസ്യം? No doubts about it. In fact, we were a company having nearly 50 vehicles. We sold most of the vehicles at that time, except the coaches we were unable to sell. And at that time, Maria, she learned to make cakes and wine, and she started a different business altogether. And a big round of applause, ladies and gentlemen, to this business family, and thank you so much for making us proud. And we here at Inspire Live Magazine is proud to have you on this special occasion. Thanks a lot. I'd like to go to the next one. പി വിജയകുമാർ, അദ്ദേഹം ഒരു ഡോക്ടറാണ്. പക്ഷെ അതിനുപരിയായി ശ്രീ തമ്പുരാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും കൂടിയാണ്, പ്രശസ്തനായ സിനിമ നിർമ്മാതാവും കൂടിയാണ്. സോ എല്ലാത്തിനും അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് നമുക്ക് കാണാം. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലൊരു കൈയടി കൊടുക്കാം. It's time to hand over the award. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും വൈകുന്നേരത്തെ എൻ്റെ നമസ്കാരം അറിയിച്ചു കൊള്ളുന്നു. ഞാൻ ഈ അവാർഡ് വാങ്ങുന്നതിൽ വലിയ സന്തോഷം എനിക്കില്ല. കാരണം മറ്റുള്ളവർ വാങ്ങി ആ സന്തോഷം ഞാൻ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ പോലെ വളരെ ചെറിയ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഇന്ന് ഏകദേശം 100 പേര് എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ശ്രീ തമ്പുരാൻ ചിറ്റ് ഫണ്ട്സ്, ശ്രീ തമ്പുരാൻ ഇൻവെസ്റ്റ്മെന്റ്, ശ്രീ തമ്പുരാൻ ടെലറിംഗ് ഗാർമെന്റ്സ്, ശ്രീ തമ്പുരാൻ ഇന്റർനാഷണൽ ഫിലിംസ് ആൻഡ് ഇവന്റ്സ് എന്നീ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരുന്നതാണ്. ഇതിൻ്റെയൊക്കെ ആസ്ഥാനം ചെന്നൈയിലാണ് ഹെഡ് ഓഫീസ്. കാരണം ഒരു 35-40 വർഷമായി ഞാൻ ചെന്നൈയിലാണ്. പക്ഷെ ഇവിടെ എറണാകുളത്തോ രവിപുരത്തിൻ്റെ ബ്രാഞ്ച് ഓഫീസുണ്ട്. അടുത്ത് വി ആർ ദ പ്ലാനിങ് ടു ട്രിവാൻഡ്രം ആൻഡ് കാലിക്കറ്റ്. 2024 തീർച്ചയായിട്ടും അത് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇൻസ്പയർ എന്നെ വിളിച്ച് ഈ അവാർഡ് തന്നതിന് അവരോട് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരും എല്ലാവരും ഉയരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് ഞാൻ. അതുകൊണ്ട് ഈ അവാർഡുകൾ ഇപ്പോൾ എൻ്റെ ഓഫീസിലൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ വയ്ക്കാൻ സ്ഥലമില്ലാത്ത അത്രയും അവാർഡുകൾ ഞാൻ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വാങ്ങുന്നതിനേക്കാളും മറ്റുള്ളവർ വാങ്ങി ആ സന്തോഷത്തിൽ ഞാൻ പങ്കെടുക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഞാൻ വളർന്നാൽ പോരാ, മറ്റവരും വളരണമെന്ന് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നും കൈ കൊടുത്ത് ഞാൻ ഉണ്ടാവുന്ന സമയത്ത് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാക്കിക്കുള്ളിലെ ആ കലാകാരന് പുറത്ത് കിടക്കാനുള്ള സമയമായിരിക്കുന്നു. ഇൻസ്പയർ ഇവന്റ്സിന്റെ ഒരു അവാർഡ് ചടങ്ങിൽ ആലുവ ഡിവൈഎസ്പി മിസ്റ്റർ നവാസ് മികച്ച കവിയും ഗായകനും തിരക്കഥാകൃത്തുമാണ് അദ്ദേഹം. പോലീസ് സേവനത്തിൽ മികച്ച ഉദ്യോഗസ്ഥനുള്ള അവാർഡ് നിരവധി തവണയാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. പുരസ്കാരം ഏറ്റുവാങ്ങാനായി beautiful smile, we're inviting Mr. Navas of Aluva DYSP. അദ്ദേഹം അവാർഡ് മേടിക്കുന്നതിന് മുന്നോടിയായി നമുക്ക് ഒരു കവിത അല്ലെങ്കിൽ ഒരു സോങ് കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്. So first Raju Babu sir will be giving the award away. Navas VS is being honored for their role as a DYSP from Aluva Rural. Pride of Kerala Awards by Inspire. ഒരു സ്ഥിരം പോലീസുകാരൻ മറ്റൊരു ലൈഫിലെ പോലീസുകാരൻ അവാർഡ് നൽകുന്ന ചടങ്ങുമായി മാറുന്ന ഇൻസ്പയറുടെ വേദി. സോ സർ, ഓൺ ടു യു. ഇൻസ്പയർ തന്ന ഈ അംഗീകാരത്തിന് നന്ദി. ഞാൻ ആദ്യം ഇതിൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കട്ടെ. ഈ സായന്തനത്തില് നേരത്തെ ഭാഷത്തിൽ സൂചിപ്പിച്ച പോലെ 2023 അവസാന മാസത്തിലെ അവസാനത്തെ ദിവസത്തിലെ ഈ സായന്തനം നിങ്ങളോടൊപ്പം കഴിയാൻ
അനുവദിച്ച ദൈവത്തിന് നന്ദി. ഈ ഒരു ജോലിയിൽ ഇങ്ങനെ ആവാനും മനോജിനെ പോലെയും അതുപോലെ തന്നെ വാസുദനെ പോലെയൊക്കെ ആ കാക്കിയുടെ കരുത്തിൽ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾ ഒരുവനായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും സാധിച്ചതിനും അതിന് കിട്ടിയ വലിയ അംഗീകാരത്തിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഞാനിവിടെ കുറച്ചധിക നേരമായി ഒരു പൊള്ളുന്ന അവസ്ഥയിലായിരുന്നു ഇരുന്നത്. ഉള്ളിലെ വലിയ കുറ്റബോധമുണ്ട്. കാര്യം ആലുവ DYSP എന്നിവർ പറയുന്നു, ഞാൻ ആലുവ DYSP അല്ല, ആലുവ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആണ്. അപ്പൊ ജില്ലയിലെ ഇന്ന് നടക്കുന്ന എല്ലാ കലാപരിപാടികളും സമാധാനപരമായിട്ട് നടത്തേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇരുന്നപ്പോൾ പൊള്ളിപ്പോയി എന്ന് പറഞ്ഞത്. കാര്യം കുറച്ച് ഞാൻ വളരെ ചെറിയൊരു ഷോർട്ട് ടൈമിൽ പോകണമെന്ന് വിചാരിച്ച ഞാൻ നടന്നില്ല. അപ്പോൾ എല്ലാവർക്കും 2024 എല്ലാവിധ നന്മകളും പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിലെ അവസാന നിമിഷം നമുക്ക് ആ നിമിഷം കടന്നു പോകുമ്പോൾ നമുക്ക് 2024 കരഗതമാകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഈ വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരെ കുറിച്ച്, എന്നിട്ട് നമ്മെ കരയിച്ച് കടന്നുപോയവരെ കുറിച്ച് ഒന്ന് ആലോചിക്കാം, അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് തീർച്ചയായും 24 സന്തോഷത്തോടുകൂടി നമുക്ക് വരവേൽക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നവവർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഞാൻ അവർ പറഞ്ഞ പോലെ പാട്ടുകാരനൊന്നുമല്ല, തിരക്കഥാകൃത്തുമല്ല. ഒരു തിരക്കഥ എഴുതിയ ഒരു ഡയറക്ടറെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ ആയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ അത് സിനിമ ആയേക്കാം, അത്രയേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷന് വേണ്ടി കൊടുത്തിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലാണ്. ഏതായാലും കവിത എന്ന് പറയുന്നത് എനിക്കറിയില്ല, ഈ ഇരിക്കുന്ന ആളുകൾ എത്രത്തോളം കവിതയെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കവിത ചൊല്ലുന്നതിന് അതിൻ്റെതായിട്ടുള്ളൊരു വേദി ആയിരിക്കണമെന്ന് നിർബന്ധമാണ്. പക്ഷെ കവിതകൾ പലപ്പോഴും ഞാൻ ചൊല്ലുന്നത് ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു മനസ്സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലും ആർക്കെങ്കിലുമൊക്കെ കവിത ഇഷ്ടപ്പെട്ടാൽ സന്തോഷം. NN കക്കാടിൻ്റെ സഫലമീ യാത്രയിലെ കുറച്ച് വരികൾ ബാസിന്റെ ജോലിക്കാണ് പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇരുന്നോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹൃദയത്തോട് ചേർന്നിരിക്കട്ടെ. ഏതോ നിശീതത്തിൻ തെക്കുപാട്ടിൽ ഏതോ വിജനമാം വഴിവക്കിൽ നിഴലുകൾ നീന്തുമൊരുതാന്തമാമന്തിയിൽ പടവുകളായി കിഴക്കേറെ ഉയർന്നുപോയി കടുനീലവിണ്ണിലലിഞ്ഞു മലകളിൽ തെളിയുന്ന മേളങ്ങൾ ഉറയുന്ന രാവുകളിൽ എങ്ങാനൊരു ഞാൻ പാട്ടുയരുന്നു സഖി, എങ്ങാനൊരു ഞാൻ പാട്ടുയരുന്നു. ഓർമ്മകൾ തിളങ്ങാതെ മധുരങ്ങൾ പാടാതെ പാതിരകൾ ഇളകാതെ അറിയാതെ ആദ്രയാമാദ്രവരുമെന്നോ സഖി. ചക്രവാളങ്ങളിലാഞ്ഞു ചവിട്ടുന്ന വിക്രമമെങ്ങ് ഓരോങ്കാര ബൃംഹണത്തിൽ ത്രിപുരങ്ങളൊപ്പം തകർക്കുന്ന വീരങ്ങ്. ഏകാന്തരാവിൽ നീ അരുളുമീ അലിവും നെയ്ത്തിരി പോലെ തെളിയും കിടാങ്ങൾ തൻ വിടർമിഴിത്തെളിവിലെ സ്വച്ഛനാളങ്ങളും ഊതി തിളക്കി തളരാതെ കാക്കുമീ ദീനദീനങ്ങളാമൽപ്പതിനങ്ങളിൽ ഊന്നു തെളിയും നീയുമോക്കുന്നു. ചീറിക്കലക്കുമൊരിരുട്ടിൽ ദൂരങ്ങൾ കോൾ കൊണ്ടു മുന്നിൽ കിടക്കവേ കാൽകൾ ചുറ്റിപ്പിടിച്ചാഞ്ഞു വിഴുങ്ങുമൊരു പുഴ നമ്മൾ കഴ പോലിറങ്ങിക്കടന്നതും നമ്മൾ തന്നറിയാത്ത കാഴ്ച വിട്ടേറ്റു ഞരിഞ്ഞ തൃണാവർത്ത ദേഹം പുലരിയിൽ വഴിവക്കിൽ മല പോൽ കിടന്നതും
ഏതാണ്ടോർമ്മ വരുന്നു. വരിക സഖി, അരികത്തു ചേർന്നു നിൽക്കൂ, പഴയൊരു മന്ത്രം ഭരിക്കാൻ നമുക്കന്യോന്യം വഴികളായി നിൽക്കാം. ആ സഫലമീ യാത്ര. Thank you so much, sir, for making us proud on this special evening. സോ ഹലോ, എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് നിൽക്കുവാണ് സാറിനെ കണ്ടപ്പോൾ. ആദ്യമായിട്ട് TV ടെലിവിഷനിലൂടെയാണ് ആ ഒരു മൊമെന്റ് തന്നെ, ആൻഡ് ഹി ഈസ് ഹിയർ. സോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കുറച്ച് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ? ആ ഒരു മൂവിയിൽ ഓഫ് കോഴ്സ് ഹി ഈസ് ഓൾസോ ഇൻ ഫ്രം മൂവി. സോ ഇന്ന് ഏറ്റവും സ്റ്റൈലിഷ് ആൻഡ് ഹാൻസം ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് മോഹൻ ഗോപനാണ്. വലിയ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞ ഞാൻ അഭിനയം പഠിച്ചിട്ടല്ല ഈ ഫീൽഡിലേക്ക് വന്നത്. ഒരു ക്രിക്കറ്ററായിരുന്നു, ഓഡീഷൻ വഴി വന്നതാണ്. ഒത്തിരി എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഒരു കുറച്ച് നിമിഷം അത്രയും ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും വളരെ പ്രൗഡ് മൊമെൻ്റ് ആണ് ഈ ഒരു വർഷത്തിൻ്റെ 2023 വർഷത്തിൻ്റെ അവസാന നിമിഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇങ്ങനൊരു സദസ്സിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നിറഞ്ഞ ഈ ഒരു സ്പേസിൽ നിൽക്കാനായിട്ട് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഒത്തിരി ഭാഗ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒത്തിരി പേരുടെ സ്നേഹവും ആ ഒരു കരുതലും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ നിന്ന് എനിക്ക് വാക്ക് സംസാരിക്കാൻ കഴിയുന്നത്. അപ്പം ഇനി പുതിയ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഒക്കെ നേരുന്നു. ഇനി 2024 എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല വർഷമായിരിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ. ഇത്തിരി മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. സോ അടുത്തതായിട്ട് എനിക്ക് കുറച്ച് പവറിഷ് വേണം. ഒരു നല്ലൊരു കൈയടി കിട്ടിയാലേ ഞാൻ ആരാ ഈ വേദിയിലേക്ക് വിളിക്കാൻ പറ്റുമെന്ന് പറയുള്ളൂ. സോ നല്ലൊരു കൈയടി. സോ നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു കോൾ, എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ആ ഒരു ട്യൂൺ ഒന്ന് പോരട്ടെ, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അത് ആരാ ഒരു പേഴ്സണാലിറ്റി എന്ന്. സോ സ്ഫടികം സിനിമ എല്ലാവരും കണ്ടിരിക്കുന്നതായിരിക്കും അല്ലേ? സോ അതിൽ നമുക്ക് ഇട്ടിപ്പെട്ട് കഥാപാത്രം നമുക്ക് സമ്മാനിച്ചൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ഐ വിൽ ലൈക്ക് ടു കോൾ സ്ഫടികം ജോർജ്. അങ്ങനെ പറഞ്ഞാലാണ് എല്ലാവർക്കും പെട്ടെന്ന് ആ ഒരു ക്ലിക്കിലേക്ക് പോകുന്നത്. സോ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ഹായ്, ഗുഡ് ഈവനിങ് എവരിബഡി. വളരെ പെട്ടെന്നാണ് ഞാനിങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഈ പ്രൈഡ് ഓഫ് കേരള അവാർഡ്സ് ഫംഗ്ഷൻ വളരെ പ്രൗഢ ഗംഭീരമാണ്. വലിയ ഒരു സദസ്സ്, കലാകാരന്മാരെ, കലാകാരികളെ, ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഒരുപാട് പേരെ ഞാൻ കണ്ടു. ഇന്ന് ആക്ച്വലി ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരു സമയത്തിന്റെ അതിർവരമ്പിലാണ് ഞാൻ ജനിച്ചത്. ഒരു വർഷം കടന്നു പോകുന്നു, പുതിയ വർഷം ആരംഭിക്കുന്നു. എൻ്റെ അമ്മ പറഞ്ഞത് രാത്രി 12 മണിക്കാണ് ജനിച്ചത്. അതാണ് ഞാൻ സമയത്തിന്റെ അതിർവരമ്പെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് എല്ലാം ഓരോ സമയത്തിന്റെ അതിർവരമ്പിലൂടെ കടന്നു പോവുകയാണ്. ആരംഭത്തിന്റെയും അവസാനത്തിന്റെയും മധ്യത്തിലാണ്. ഇവിടെ നമുക്ക് ചില ജോലികൾ ചെയ്തു തീർക്കാൻ. വിശുദ്ധ ബൈബിളിൽ ഒരു വചനമുണ്ട്, ഓരോരുത്തരും ധാരാളം ജോലി നിശ്ചയിക്കപ്പെടുന്നു. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നവരെ മനുഷ്യ മക്കളുടെ മേൽ ഭാരമുള്ള ഒരു മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ ഭാരങ്ങളുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ ഭാരം മരണമാണ്. മരണത്തിനും ജനത്തിനും ഇടയ്ക്ക് ചില ജോലികൾ ചെയ്തു തീർക്കാറുണ്ട്. വ്യത്യസ്തമായ ജോലികൾ. ചിലര് അഭിനയിക്കുന്നു, ചിലര് സംവിധാനം ചെയ്യുന്നു, ചിലര് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ചിലര് മാഷാകുന്നു, ചിലർ എഞ്ചിനീയറാകും, ഡോക്ടറാകും. ഇതെല്ലാം നമ്മുടെ ഒരു നിയതികളാണ്, തീരുമാനങ്ങളാണ്. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിന്റെ കൂട്ടായ്മയാണ് ഇത്. ഇന്ന് ഒരുപാട് അവാർഡുകൾ വിതരണം ചെയ്യുന്നുണ്ട്. തീർച്ചയായും അവാർഡ് ജേതാക്കൾക്ക് എന്റെ കൃത്യമായ ആശംസകൾ നേരുകയാണ്. ഈ പരിപാടിയിലേക്ക് എന്നെ സ്വാഗതം ചെയ്ത ഒരാളുണ്ട്, ഡോക്ടർ അനിൽ മാത്യു.
അദ്ദേഹം വലിയൊരു സാമൂഹ്യ പ്രവർത്തനമാണ്, പരിസ്ഥിതി പ്രവർത്തനമാണ്. അദ്ദേഹം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജപ്പാനിലാണ്, ഇപ്പോൾ കേരളത്തിലുണ്ട്. അദ്ദേഹം അടുത്ത ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു അഭിനേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഇവിടെ വന്നത്. തീർച്ചയായും ഇന്ന് എൻ്റെ ഈ ജന്മദിനത്തിൽ നിങ്ങളെ കാണുവാനും സംസാരിക്കാൻ കിട്ടിയ അവസരത്തിന് ഡോക്ടർ അനിൽ മാത്യുവിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കൊക്കെ നന്ദിയുടെ പൂച്ചൊല്ലുകൾ അർപ്പിക്കുകയാണ്. വരുന്ന ദിനങ്ങൾ, നാളെ 2024, ഒരുപക്ഷെ നമുക്ക് ഒരുപാട് ആകൃതകൾ, അസ്വസ്ഥതകൾ ഉണ്ടാകും. ഇങ്ങനെ ഇരിക്കും 2024 നമ്മൾ ശുഭപ്രതീക്ഷയോടെ സ്വീകരിക്കുകയാണ്. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ. ബൈബിൾ പറയുന്ന ഒരു വചനം, നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനത്തിന്റെ അതേക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതാതിന്റെ ക്ലേശം വരും. നാളെ എന്ന് പറയുന്നത് നമുക്ക് അജ്ഞാതമാണ്. പക്ഷേ ആ അജ്ഞാതമായ ആ ദിവസത്തേക്ക് നമ്മൾ കടന്നു കയറുകയാണ്. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, സന്തോഷത്തോടെ. എല്ലാവർക്കും ശുഭം സംഭവിക്കട്ടെ. നന്മകൾ നേർന്നുകൊണ്ട്, പുതുവത്സരത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. സോ എല്ലാവരും റെഡി ആണെങ്കിൽ എല്ലാവരും നല്ലൊരു കയ്യടിയുടെ കൂടെ സാറിന് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പറയാം. പ്ലീസ് നല്ലൊരു കൈയ്യടി വേണം. സോ നമുക്ക് പാടിയാലോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു സോ മച്ച് സർ. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ സിനിമകളിൽ ഓരോന്നിലായി കാണുമ്പോഴും പേടിയോടെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ നെഞ്ചും വിരിച്ചു നിൽക്കാൻ എനിക്ക് തന്ന ഒരു ഇൻസ്പിറേഷൻ ചെറുതല്ല. അത്രമേൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഞാൻ എൻ്റെ നെഞ്ചേറ്റ് അത്ര ഇഷ്ടമല്ലാതെ ഏറ്റിട്ടുണ്ട്. അടുത്തതായി ഈ വേദിയിലേക്ക് അദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് നമ്മുടെ മസിൽ മാൻ മിസ്റ്റർ വിവേക് അവരുടെ കൈകൾ കൊണ്ട് അവാർഡ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു വൈദികനാണ്, അതിലപ്പുറം സാമൂഹിക പ്രവർത്തകനാണ്, അതിലുമപ്പുറം ഒരു എഴുത്തുകാരനാണ്. ഇത് മൂന്നും കൂടി ചേർന്നാൽ അത് ഒരു സമൂഹത്തിന് നൽകുന്ന സന്ദേശം ചെറുതല്ല. ലെറ്റ്സ് ഇൻവൈറ്റ് റെവറൻഡ് ഡീക്കൻ ടോണി മേദല അവരുടെ വേദിയിലേക്ക് ഇൻസ്പയറിന്റെ ഒരു ഇൻസ്പിറേഷണൽ അവാർഡ് ഏറ്റുവാങ്ങാനായി അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹത്തോടെ, വലിയ കരഘോഷങ്ങളോടെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. It's Reverend Deacon Tony Medela. നമ്മുടെ പ്രിയങ്കരനായ സ്ഫടികം ജോർജ് അവറുകൾ, അദ്ദേഹത്തിലേക്ക് കാതോർക്കാം. 2 വാക്കുകൾ സംസാരിക്കും. നമസ്കാരം. ഈ വലിയൊരു സ്റ്റേജിൽ വെച്ച് നമുക്ക് നമ്മുടെ പ്രശസ്തനായ ജോർജ് സാറിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ വിവേക് സാറിൻ്റെ കയ്യിൽ നിന്നും ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ ഇടയാക്കിയ പ്രൈഡ് ഓഫ് കേരളയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും ഒത്തിരി പ്രോഗ്രാമുകൾ നടത്താൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കടന്നു വന്നാണ് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. Tonight we have the privilege introducing an extraordinary cook in here. He is specialized in Arabic. So അറബി നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് മലയാളികളുടെ മനം കവർന്ന അറബി ഫുഡിൽ ഏറ്റവും കൂടുതൽ പുത്തം രുചി കൊണ്ട് നേടിയ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. So I would like to call Manoj Mani to the stage. സാമ്രാജ്യം തീർത്ത ഒരു വ്യക്തിയാണിത്. സോ സാർ, ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു നിമിഷത്തില് ഇത് അവാർഡ് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ടിപ്സ് ഒക്കെ സാറിനോട് ചോദിക്കാം. സോ എനിക്ക് തോന്നുന്നു കുറച്ച് ടിപ്സ് ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ ഇത്രയും കൂടുതൽ ഡെലീഷ്യസ് ആയിട്ട് എങ്ങനെ ആൾക്കാരുടെ മനം കവർക്കാൻ പറ്റുന്നു? ടിപ്സ് ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ രഹസ്യമായിട്ടുള്ള ഒരു പേഴ്സണൽ മസാലകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അവിടെ വന്ന് കഴിക്കാം, അതിന് അഭിപ്രായം പറയാം. ഒരുപാട് സന്തോഷം. ഞാൻ ഇവിടെ പ്രത്യേകം സർവേഷനോടും അതുപോലെ തന്നെ എൻ്റെ ഫാമിലി, അതുപോലെ തന്നെ എൻ്റെ സ്റ്റാഫ് ആൻഡ് മാനേജ്മെൻറ്റ്, അതുപോലെ ഇങ്ങനൊരു അവാർഡ് തന്ന ഈ ഇൻസ്പയർ പ്രൈഡ് ഓഫ് കേരളയ്ക്ക് 1000 നന്ദി.
അതുപോലെ തന്നെ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ളൂ പുതിയൊരു 2024 പുതിയ വർഷത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഈ അവസരത്തിൽ ഞാൻ നേരിടുന്നു. ഒരു വളരെ വിശിഷ്ടയായ ഒരു അതിഥിയാണ്. ഞാൻ അവരെ ക്ഷണിക്കാൻ വേണ്ടി നിങ്ങളുടെ സമ്മതത്തോടെ ഞാൻ ഫ്രണ്ടിലേക്ക് പോകും. ഇതൊരു 8ാം ക്ലാസ്സുകാരിയാണ്, കണ്ണൂരുകാരിയാണ്. 8ഓളം സിനിമകളിൽ അഭിനയിച്ച ഈ കുട്ടി എന്ന സംസ്ഥാന തലത്തിൽ, ജില്ലാ തലത്തിൽ വലിയ ഫാഷൻ ഷോകളിൽ തന്റേതായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന we would like to welcome Miss Prarthana. And here you are. Prarthana Pinayak, 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, കണ്ണൂരുകാരി. 8ഓളം സിനിമകളിൽ അഭിനയിച്ചു. ഫാഷൻ ഷോകളിൽ നിറസാന്നിധ്യമാണ് കേരളത്തിൽ. വലിയ മുഹൂർത്തമാണ്. ഒരു വശത്ത് മിസ്റ്റർ വിവേക്, ഓൺ ദി അതർ എൻഡ് മിസ്റ്റർ സ്ഫടികം ജോർജ്. പ്രാർത്ഥന, പേടിയുണ്ടോ സെന്ററിൽ നിൽക്കാൻ? 2 വാക്ക് സംസാരിക്കാനായി പ്രാർത്ഥനയെ ക്ഷണിക്കാം. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രാർത്ഥന. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇൻസ്പയർ ലൈഫ് മാഗസീൻ്റെ പ്രൈഡ് ഓഫ് കേരള എന്ന അവാർഡ് എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷവും അതിലേറെ നന്ദിയും ഞാൻ എല്ലാവരോടും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും വലിയ മഹാനായ വ്യക്തികളുടെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് 2023 ഈ ഒരു അവാർഡ് 2024 എൻ്റെ കലയുടെ ഒരു ഊർജം കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. വെൽക്കം പ്രാർത്ഥന. നല്ലൊരു കയ്യടിയോട് കൂടി, ഒരു പിശിക്കില്ലാത്ത നല്ലൊരു കൈ ഉള്ളേന്ന് കണ്ടു. താങ്ക് യു അബ്ദുൽ ബാസിത് സാർ അടങ്ങുന്ന വലിയ സംഘങ്ങൾ നല്ല കയ്യടിയോടുകൂടി പ്രാർത്ഥന പിന്നാരെ അങ്ങോട്ട് കിടക്കുന്നു. ഏറ്റവും ആർട്ടിസ്റ്റ് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആക്കുന്നത് അവരുടെ മേക്കപ്പ് എല്ലാം ചെയ്ത് ഏറ്റവും കൂടുതൽ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് വന്നെങ്കിൽ ഡെഫിനറ്റ്ലി there is a makeup artist from the cameras aspect. I would like to call Tanuja to the stage. നല്ലൊരു കൈയ്യടി കൂടി തനുജനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു സോ മച്ച്. 2 വാക്ക് എന്നോട് സംസാരിക്കാമോ? താങ്ക് യു. ഒറ്റ വാക്കിലൂടെ ഈ ഒരു നിമിഷം ഏറ്റവും കൂടുതൽ സ്വീറ്റ് ആക്കിയിരിക്കുകയാണ്. എനിക്കൊന്നും പറയാനില്ല. താങ്ക്സ്. പരിസ്ഥിതി ലോക സമാധാന പ്രവർത്തകനാണ് ഡോക്ടർ അനിൽ മാത്യു. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ജനിച്ച ഡോക്ടർ അനിൽ മാത്യു ഇപ്പോൾ ഗോവയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. കേരള പോലീസിന് വേണ്ടി നിർമ്മിച്ച അവയർനെസ് ചിത്രത്തിലും വോയിസ് ഓഫ് നേച്ചർ എന്ന ഷോർട്ട് ഫിലിമിലും ഭാഗ്യലക്ഷ്മി എന്ന സിനിമയിലും അദ്ദേഹം അഭിനയിച്ചു. പ്രൈഡ് ഓഫ് കേരള പുരസ്കാരം ഏറ്റുവാങ്ങുന്നു മിസ് ഡോക്ടർ അനിൽ മാത്യു ഫ്രം the Honorable Sfarigam George. And Mr. Vivek is handing over the certificates. Moving on to the person from Perumbavoor to Japan and now in Goa. Sir, what do you have to speak to us? Happy New Year to everyone. എൻ്റെ പേര് അനിൽ. ഞാൻ പെരുമ്പാവൂരാണ് സ്വദേശം. എൻ്റെ പപ്പ ഒരു കടുവ ചാക്കുവായിരുന്നു. പക്ഷെ ഞാൻ തോമസ് ചാക്കോ അല്ലാതിരുന്നതുകൊണ്ട് പഠിക്കേണ്ടി വന്നു. പഠിച്ച് ആ ഫീൽഡിൽ പോകേണ്ടി വന്നു. എൻ്റെ പക്ഷെ ചെറുപ്പത്തിലുള്ള ആഗ്രഹം, ഒരു പാഷൻ, ഉള്ളിലുള്ള ഒരു അടങ്ങാത്ത ഒരു ആഗ്രഹം സിനിമയും കലയും സംഗീതവും ഒക്കെയാണ്. എൻ്റെ പേരൻസിന് അത് അറിയാമായിരുന്നെങ്കിൽ ആ മേഖലയിലേക്ക് വിടാനായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഞങ്ങളുടെ ഓർത്തഡോക്സ് ഫാമിലിയിൽ അത് സാധിക്കില്ലായിരുന്നു. അങ്ങനെ അവരുടെ ആഗ്രഹത്തിന് പഠിച്ചു, ഡോക്ടറായി, പല മേഖലകളിലും നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ചു. രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും പല നേട്ടങ്ങളുമായിട്ട് സഞ്ചരിക്കാനിടയായി. ഇപ്പോൾ ജപ്പാനിൽ ലോകസമാധാന സംഘടനയിലൊക്കെയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും ഉള്ളിലുള്ള അടങ്ങാത്ത ആവേശം അതിങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് ഗ്യാപ്പ് കിട്ടുമ്പോഴെല്ലാം നാട്ടിൽ വരികയും ഏതെങ്കിലും ഷോർട്ട് ഫിലിമായിട്ടും അങ്ങനെയൊക്കെ ഒന്ന് അഭിനയിച്ച് ആഗ്രഹം തീർക്കുകയും ചെയ്യും. ഇത്തവണ എനിക്ക് കുറച്ച് 6-7 മാസം ഗ്യാപ്പ് കിട്ടി. അപ്പോൾ നാട്ടിൽ വന്ന് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സുഹൃത്തുക്കളോടൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടർ സജിൻലാലിൻ്റെ ഒരു പടത്തിൽ ഇപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതുപോലെയുള്ള ആക്ടിംഗ്
എഡിറ്റിംഗ് മേഖലകളിലും സിനിമാ മേഖലകളിലും കലാപരമായ രംഗത്തും സംഗീതം എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ അതിൽ തുടർന്ന് ഇനിയുള്ള ഒരു ജീവിതത്തിന്റെ പകുതി കൂടുതൽ കടന്നു കഴിഞ്ഞു. ഇനിയുള്ള കാലം സന്തോഷത്തോടെ ഉള്ള ഇഷ്ടമുള്ള കാര്യം ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജപ്പാനിലെ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ പരിസ്ഥിതി സംരക്ഷണമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ. അവിടെ അവർ പ്ലാസ്റ്റിക്കിനെ മണ്ണാക്കുന്ന ടെക്നോളജി വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടുത്തെ ആളുകളെ അത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഡാറ്റ മുഴുവൻ ജാപ്പനീസ് ഭാഷയിലുണ്ട്, അത് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ വലിയ പാടാണ്. എങ്കിലും ലോകത്ത് വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യക്കും ചിലപ്പോൾ പരിസ്ഥിതിയൊക്കെ നല്ല ശുദ്ധമാക്കി ക്ലീനാക്കി ജപ്പാൻ പോലാക്കി മാറ്റാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ സാധിക്കും. സാജിദ് സാറൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെയധികം ഞങ്ങൾ എല്ലാവരും കാണുകയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സാധ്യതകളുള്ള സമൂഹത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ വളരെ ആവശ്യമാണ്. ജപ്പാനിലെല്ലാം ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യയുടെ വലിയ ചലഞ്ച് ഇന്നത്തെ യങ്സ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഇതുപോലുള്ള അവാർഡ് ഫംഗ്ഷൻ എല്ലാം നമ്മൾ സന്തോഷിക്കുമ്പോഴും എൻജോയ് ചെയ്യുമ്പോഴും എല്ലാം തന്നെ നമ്മൾ വിളിക്കുന്ന ഓരോരുത്തരും ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് ഉത്തരവാദിത്വം വേണം. അവരുടെ നമ്മൾ ശ്രദ്ധിക്കണം. സാറിനെ മാത്രം ഏൽപ്പിക്കില്ല, സമൂഹം മുഴുവൻ ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. നമ്മുടെ ഈ സമൂഹത്തിലെ വളരെയധികം നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ട ടൈമാണ് 24. എല്ലാവർക്കും പ്രതിജ്ഞയെടുക്കണം. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല പുതുവത്സരാശംസകൾ. ഇവിടെ വന്ന ഓരോരുത്തരും പേര് പറയാൻ എനിക്ക് ഒത്തിരി പേരെ നന്ദിയോടെ ഓർക്കേണ്ടതുണ്ട്. സമയം ഞാൻ ധാരാളം സംസാരിച്ചു കഴിഞ്ഞു. നമുക്ക് വീണ്ടും എവിടെയെങ്കിലും കാണാം. ശ്രീനിവാസൻ പറഞ്ഞ ശേഷം ഭാഗം സ്ക്രീനിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. നന്ദി പറയാത്ത ഈ ഒരു നിമിഷം നമുക്ക് സമ്മാനിച്ചതിന് ശ്രീ സ്ഫടികം ജോർജ് ആൻഡ് ദ ജനമാൻ മിസ്റ്റർ വിവേക് ആൻഡ് ഡോക്ടർ അനിൽ.